കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ, അതായത് കലക്ടറായിരുന്ന എന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് എല്ലാവരും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 45 വർഷത്തോളമായി UDF കൈകളിൽ ഭദ്രമായ നിയോജക മണ്ഡലം. അപ്പോൾ അതിൽ പ്രധാന മത്സരം എന്ന് പറയുന്നത് 45 വർഷത്തിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. CPM-ഉം മറ്റ് ഛിദ്രശക്തികളും INL ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി BJPക്ക് ഒത്താശ ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ വോട്ടർമാരും വോട്ട് ചെയ്യേണ്ടത് എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ആത്മാർത്ഥതയുടെ നിറകുടമായ നിഷ്കാമകർമ്മിയായ പൊതുപ്രവർത്തകൻ കലക്ടർ മായിനാജി കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി ഏണി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഏണി ചിഹ്നം ആർക്കും പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. കേരളത്തിൽ പരക്കറിയപ്പെടുന്ന 2 ചിഹ്നമാണ് കൈപ്പത്തിയും ഏണിയും എന്നുള്ളത്. പ്രിയപ്പെട്ട മായിനാജി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയുടെ പ്രിയപ്പെട്ട പുത്രനാണ്. ആ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്ന പ്രിയപ്പെട്ട കലക്ടർ മായിനാജി. നേതൃത്വത്തോടെ അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് തൻ്റെ പിതാവ് കലക്ടർ പറഞ്ഞതുപോലെ കൽപ്പിപ്പു അനുസരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ അഭിമന്യനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൽപ്പിച്ചു കാസർഗോഡ് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അക്ഷരത്തിലും അർത്ഥത്തിലും മനസ്സാവാചാക്രമണത അംഗീകരിച്ചുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട കലക്ടർ മായിനാജിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് കാസർഗോട്ടെ നല്ലവരായ വോട്ടർമാരോട് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്.